ഇടുക്കി ചീയപ്പാറ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. പ്രദേശത്ത് തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചു. വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഗതാഗത തടസ്സം വളരെ രൂക്ഷമായി നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. നേരിമംഗലം ചീയാപ്പാറയിലാണ് മണ്ണിടിഞ്ഞത്. ഇവിടെ പൂർണ്ണമായും ഗതാഗതം ആദ്യഘട്ടത്തിൽ തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് അടിമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഈ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുൾപ്പെടെ എത്തുകയും ഈ റോഡിലേക്ക് വീണ കല്ലും മണ്ണുമെല്ലാം നീക്കം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഒറ്റ വരിയിലൂടെ മാത്രമാണ് ഇവിടെ യാത്ര നടക്കുന്നത്. തലനാരിഴയ്ക്കാണ് ഈ വഴിയിലൂടെ പോയിരുന്ന വാഹനങ്ങൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന പ്രധാന പാതയാണ്. അവിടെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇടുക്കി ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ഈ ദേശീയപാതയുടെ പല ഭാഗത്തും, മൂന്നാർ മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ഹെഡ്വർത്ത് ഡാമിന് സമീപത്തായാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ വനമേഖലയിലും നേരിമംഗലം വനപാതയിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ വൻമരങ്ങൾ കടപുഴകി വീഴാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത പുലർത്തണം. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കടുത്ത ജാഗ്രത പുലർത്തണം. അനാവശ്യമായ യാത്രകൾ ഈ റോഡിലൂടെ നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും നിലവിൽ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ശരി സുബിൻ.